നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കുന്നതിലൂടെ രാജ്യത്തെ ജനങ്ങളെയാകെ സുരക്ഷിതരായി നിലനിർത്തുന്നവരാണ് നമ്മുടെ സേനാംഗങ്ങൾ. ത്യാഗനിർഭരമായ ആ ദൗത്യം നിർവഹിക്കുന്നതിനിടെ ഇന്നലെ നമ്മുടെ സൈനികരിൽ ചിലർ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. സ്വജീവൻ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച ആ ധീര ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 75 പേർക്കാണ്. അതേസമയം ഇന്ന് 90 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ ഈ രോഗം ബാധിച്ച് 20 പേരാണ് മരണമടഞ്ഞത്. ഇത് നമ്മുടെ സംസ്ഥാനത്തിലെ കണക്കാണ്. വിദേശ രാജ്യങ്ങളിൽ ഇന്നലെ വരെ 277 കേരളീയർ കോവിഡ് രോഗം ബാധിച്ച് മരണമടഞ്ഞു. രാജ്യത്തിനകത്ത് ഡൽഹി, മുംബൈ, ചെന്നൈ ഇത്തരം പ്രധാന നഗരങ്ങളിൽ കേരളീയർ കോവിഡ് ബാധിച്ച് മരണമടയുന്ന വാർത്തകളും നാം കേൾക്കുന്നു. ഇന്നും ഡൽഹിയിൽ ഒരു മലയാളി നേഴ്സ് മരണമടഞ്ഞു. ഇതെല്ലാം നൽകുന്ന സൂചന നാം നേരിടുന്ന അവസ്ഥ അതിഗുരുതരമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ രോഗം കൂടുതൽ പേരിലേക്ക് പകരുന്നത് ഒഴിവാക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ട ഘട്ടമാണിത്. ഇന്ന് രോഗം ബാധിച്ചവരിൽ 53 പേർ വിദേശത്ത് നിന്ന് വന്നവരാണ്. രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ 19 പേരാണ്. സമ്പർക്കം മൂലം 3 പേർക്കാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് രോഗബാധ സ്ഥിരീകരിച്ചവരുടെ കണക്ക് പരിശോധിച്ചാൽ മഹാരാഷ്ട്ര 8, ഡൽഹി 5, തമിഴ്നാട് 4, ആന്ധ്ര, ഗുജറാത്ത് 1 വീതം. നെഗറ്റീവായവരുടെ ജില്ല തിരിച്ച കണക്ക് തിരുവനന്തപുരം 10, കൊല്ലം 4, പത്തനംതിട്ട 5, ആലപ്പുഴ 16, കോട്ടയം 3, എറണാകുളം 2, തൃശ്ശൂർ 11, പാലക്കാട് 24, കോഴിക്കോട് 14, കണ്ണൂർ 1. പോസിറ്റീവായവരുടെ ജില്ല തിരിച്ച കണക്ക് കൊല്ലം 14, മലപ്പുറം 11, കാസർഗോഡ് 9, തൃശ്ശൂർ 8, പാലക്കാട് 6, കോഴിക്കോട് 6, എറണാകുളം 5, തിരുവനന്തപുരം 3, കോട്ടയം 4, കണ്ണൂർ 4, വയനാട് 3, പത്തനംതിട്ട 1, ആലപ്പുഴ 1. ഇന്ന്
5876 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇതുവരെ 2697 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 1351 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ. 1,25,307 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 1989 പേർ ആശുപത്രികളിലാണ്. ഇന്ന് മാത്രം 203 പേരാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. ഇതുവരെ 1,22,466 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 3019 സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരാനുണ്ട്. ഇതുവരെ സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 33,559 സാമ്പിളുകൾ ശേഖരിക്കുകയുണ്ടായി. അതിൽ 32,300 നെഗറ്റീവായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 110ആയി. ലോക്ക്ഡൗൺ ലഘൂകരിക്കുകയും മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള യാത്ര അനുവദിക്കുകയും ചെയ്തതോടെ കോവിഡ് വ്യാപനത്തിൻ്റെ 3ാം ഘട്ടത്തിലേക്കാണ് കേരളം പ്രവേശിച്ചത്. മെയ് 4 വരെ 3 പേരാണ് മരണമടഞ്ഞിരുന്നത്. ഇപ്പോഴത് 20ആയി വർദ്ധിച്ചിട്ടുണ്ട്. പ്രധാനമായും പുറമേ നിന്നും വന്ന പ്രായാധിക്യമുള്ള മറ്റ് രോഗങ്ങളുള്ളവരാണ് മരണമടഞ്ഞത്. ഇതുവരെയുള്ള നമ്മുടെ ഇടപെടലുകൾ ഫലപ്രദമായതിന് പ്രധാനമായി 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തത് ശാരീരിക അകലം പാലിക്കൽ തന്നെയാണ്. മാസ്ക് ശീലമാക്കിയതുമാണ്. രണ്ടാമത്തേത് സമ്പർക്ക വിലക്ക് ശാസ്ത്രീയമായി നടപ്പാക്കാനായി. മൂന്നാമത്തത് റിവേഴ്സ് ക്വാറൻറ്റൈനാണ്. ഇവ 3ഉം തുടർന്നും പഴുതുകളില്ലാതെ നടപ്പാക്കാനാവണം. അത് കഴിഞ്ഞാൽ രോഗബാധയെ പിടിച്ചു നിർത്താൻ കഴിയും. അതിന് കഴിഞ്ഞാൽ മാത്രമേ പിടിച്ചു നിർത്താൻ കഴിയുകയുള്ളൂ എന്നത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും അവസരോചിതമായി ഇടപെടേണ്ട സമയമാണിത്. നിയന്ത്രണങ്ങൾ സ്വയം പിന്തുടരുക എന്ന് പ്രധാനമാണ്. എന്നാൽ അതുമാത്രം പോരാ. മറ്റുള്ളവരെ രോഗനിയന്ത്രണ നടപടികൾ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും വേണം. അങ്ങനെ എല്ലാവരും ആരോഗ്യ സന്ദേശ പ്രചാരകരായി മാറണം. രോഗചികിത്സക്കായി കോവിഡ് രോഗികളെ ചികിത്സിക്കുന്ന പ്രത്യേക ആശുപത്രികളുണ്ട്. ആ പ്രത്യേക ആശുപത്രികൾക്ക് പുറമെ ഗുരുതരമായ രോഗമില്ലാത്തവരെ ചികിത്സിക്കുന്നതിനുള്ള കോവിഡ് 1ാം തര ചികിത്സാ കേന്ദ്രം 2 വീതം കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ എന്ന നിലയിൽ എല്ലാ ജില്ലകളിലും സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. കോവിഡ് ഇതര രോഗികളുടെ ചികിത്സ
സർക്കാർ ആശുപത്രികളിൽ ആരംഭിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിലും കോവിഡ് ഇതര രോഗികളുടെ ചികിത്സ പുനരാരംഭിക്കുകയാണ്. കോവിഡിൻ്റെ സാമൂഹ്യ വ്യാപനം സംഭവിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിനുള്ള ആൻറ്റിബോഡി ടെസ്റ്റും പുരോഗമിച്ചു വരികയാണ്. സ്വകാര്യ ലാബറട്ടറികളിലെ RT-PCR ടെസ്റ്റുകളുടെ ചെലവ് മറ്റ് ചില സംസ്ഥാനങ്ങളിലേതുപോലെ കേരളത്തിലും സർക്കാർ നിശ്ചയിച്ച് നിയന്ത്രിക്കണമെന്ന് വിദഗ്ധ സമിതി ശുപാർശ നൽകിയിട്ടുണ്ട്. അതിലാവശ്യമായ തീരുമാനം സർക്കാർ പരിശോധിച്ച് കൈക്കൊള്ളും. ICMR അനുമതി ലഭ്യമായതും 30 മിനിറ്റിനുള്ളിൽ റിസൾട്ട് കിട്ടുന്നതുമായ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് കിറ്റുകൾ കേരളത്തിലും ഉപയോഗിച്ച് തുടങ്ങണമെന്ന ശുപാർശ വിദഗ്ധ സമിതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആ ശുപാർശയും സർക്കാർ പരിഗണിക്കും. യാത്രാ നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നപ്പോൾ കേരളത്തിൽ കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. മെയ് 8 ശേഷമുള്ള കണക്കുകൾ ഇതാണ് സൂചിപ്പിക്കുന്നത്. മെയ് 8 16 പേർക്ക് മാത്രമാണ് ടെസ്റ്റ് പോസിറ്റീവായത്. ഇന്ന് അത് 2697. മെയ് 8 വരെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചവരുടെ ആകെ എണ്ണം 503. യാത്രാ നിയന്ത്രണങ്ങളിൽ അയവ് വന്ന ശേഷം കേരളത്തിലേക്ക് വിദേശത്ത് നിന്ന് 84,195 പേരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് 1,79,059 പേരും ജൂൺ 16 വരെ എത്തിയിട്ടുണ്ട്. വിദേശത്ത് നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവരിൽ രോഗം ബാധിച്ചവരുണ്ടെങ്കിലും എല്ലാവരെയും സ്വീകരിക്കുന്ന നില തന്നെയാണ് ഇപ്പോഴുള്ളത്. ആവശ്യമായ ചികിത്സ നൽകുകയുമാണ്. അതിൽ ഒരു മാറ്റവുമില്ല. അതേസമയം തന്നെ സമ്പർക്കത്തിലൂടെ രോഗം പകരുന്നത് പരമാവധി തടയാൻ സർക്കാർ ജാഗ്രത പുലർത്തും. ഇക്കാര്യത്തിൽ നാം വേണ്ടത്ര മുൻകരുതൽ എടുത്തില്ലെങ്കിൽ രോഗവ്യാപന തോത് നിയന്ത്രണാതീതമാകും. ഈ ജാഗ്രതയുടെയും മുൻകരുതലിൻ്റെയും ഭാഗമായാണ് വിദേശത്തു നിന്ന് വരുന്നവർക്ക് അവർ പുറപ്പെടുന്ന രാജ്യത്ത് തന്നെ കോവിഡ് പരിശോധന നടത്തണമെന്ന ആവശ്യം സർക്കാർ മുന്നോട്ട് വച്ചത്. വിദേശത്തുള്ളവർ നാട്ടിലേക്ക് വരുമ്പോൾ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് സംസ്ഥാന സർക്കാർ തുടക്കം മുതലേ ആവശ്യപ്പെട്ടു വരുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ് മുന്നിൽ തന്നെയാണ് ഈ ആവശ്യം തുടക്കത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിരുന്നത്. കോവിഡ് ടെസ്റ്റ് നടത്തിയ ശേഷമാകണം പ്രവാസികൾ നാട്ടിലേക്ക് വരേണ്ടത് എന്ന്
മെയ് 5-ന് കേന്ദ്രത്തിന് നൽകിയ കത്തിലും സംസ്ഥാനം ആവർത്തിച്ചിരുന്നു. വന്ദേ ഭാരത് മിഷനിലൂടെ ആളുകളെ കൊണ്ടുവരുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് നടപടികൾ സ്വീകരിച്ചപ്പോൾ അങ്ങനെ വരുന്നവർക്കും കോവിഡ് ടെസ്റ്റ് നടത്തണമെന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്. ഈ മാസം ആദ്യം സ്പൈസ് ജെറ്റിൻ്റെ 300 ചാർട്ടേഡ് ഫ്ലൈറ്റിന് കേരളം NOC നൽകിയിരുന്നു. കോവിഡ് ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആകുന്നവരെയാണ് കൊണ്ടുവരിക എന്നാണ് സ്പൈസ് ജെറ്റ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചത്. ഇത് അവർ തന്നെ സംസ്ഥാന സർക്കാരിന് മുന്നിൽ വെച്ച നിബന്ധനയാണ്. ചില സംഘടനകൾ ചാർട്ടർ ഫ്ലൈറ്റിന് അനുമതി ആവശ്യപ്പെട്ടപ്പോൾ സംസ്ഥാനം അതും നൽകി. അവരോടും സ്പൈസ് ജെറ്റ് ചെയ്യുന്നത് പോലെ കോവിഡ് പരിശോധന വേണമെന്ന് അറിയിച്ചു. അതെല്ലാവർക്കും കോവിഡ് പരിശോധന നിർബന്ധമാണ്. എല്ലാറ്റിനും ഒരേ മാനദണ്ഡമാകണം. ചാർട്ടേഡ് ഫ്ലൈറ്റുകളിൽ സ്പൈസ് ജെറ്റ് ടെസ്റ്റുകൾ നടത്തിയാണ് ആളുകളെ കൊണ്ടുവരുന്നതെന്ന് കമ്പനിയുടെ CEO തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇതിനകം 20-ലധികം വിമാനങ്ങൾ ടെസ്റ്റിംഗ് നടത്തിയ യാത്രക്കാരുമായാണ് വന്നിട്ടുള്ളത്. ഈ ജൂൺ 30-നകം 100 വിമാനങ്ങൾ വരുന്നുണ്ടെന്നും ജൂൺ 20-ന് ശേഷം ഓരോ യാത്രക്കാർക്കും പ്രത്യേകമായി കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകുമെന്നും സംസ്ഥാന ചീഫ് സെക്രട്ടറി ഈ CMDയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അറിയിക്കുകയുണ്ടായി. സ്പൈസ് ജെറ്റിൻ്റെ CMD തന്നെ സംസ്ഥാന ചീഫ് സെക്രട്ടറിയെ അറിയിച്ച കാര്യമാണത്. യാത്രക്കാർക്ക് PCR ടെസ്റ്റ് നടത്തുന്നതിന് പല രാജ്യങ്ങളിലും പ്രയാസം നേരിടുന്നതായി പ്രവാസികളും അവരുടെ സംഘടനകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രയാസമുണ്ടെങ്കിൽ, PCR ടെസ്റ്റിന് പ്രയാസമുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ ആൻറ്റിബോഡി ടെസ്റ്റ് നടത്താവുന്നതാണ്. ആൻറ്റിബോഡി ടെസ്റ്റിൻ്റെ ഫലം പെട്ടെന്ന് തന്നെ ലഭിക്കും. ട്രൂനാറ്റ് എന്ന പരിശോധനാ സമ്പ്രദായം വ്യാപകമായിട്ടുണ്ട്. ആ പരിശോധനയ്ക്ക് കുറഞ്ഞ ചിലവേ വരും. യാത്രക്കാർക്കും മറ്റും ഏറ്റവും ഉചിതമായ ടെസ്റ്റ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇവിടെ പരമാവധി 1000 രൂപയ്ക്ക് ടെസ്റ്റ് നടത്താവുന്ന കാര്യത്തിന് ചിലയിടങ്ങളിൽ വലിയ തുക ചിലർ ഈടാക്കുന്നു എന്ന റിപ്പോർട്ടുകളുമുണ്ട്. 10,000 രൂപ വരെ ടെസ്റ്റിന് ഈടാക്കുന്ന നിലയുണ്ട് എന്ന പരാതികൾ വരുന്നുണ്ട്.
സാധാരണ നിലയ്ക്ക് ഇതൊന്നും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. സംസ്ഥാനം ആവശ്യമുന്നയിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് മുന്നിലാണ്. അത് വ്യക്തമാണ്. സംസ്ഥാനത്തിൻ്റെ നിലപാട് വ്യക്തമാണ്. രോഗമുള്ളവരെയും ഇല്ലാത്തവരെയും ഇടകലർത്തി ഒരേ വിമാനത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുവന്നാൽ അത് വലിയ അപകടമായി മാറും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന സുഗമമാക്കുന്നതിന്, ഇപ്പോൾ പരിശോധനാ സൗകര്യമില്ല എന്ന് പറയുന്ന രാജ്യങ്ങളിൽ എംബസികൾ വഴി ഇന്ത്യ ഗവൺമെൻറ് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കണം. ഇതാണ് പ്രധാനമന്ത്രിയോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളത്. പരിശോധനയ്ക്ക് സൗകര്യങ്ങളില്ലാത്ത രാജ്യങ്ങളുണ്ടെങ്കിൽ അത്തരം രാജ്യങ്ങളുമായി ഈ പ്രത്യേക സാഹചര്യത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ബന്ധപ്പെടണം. അങ്ങനെ വന്നാൽ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നേരത്തെ ഇറ്റലിയിൽ കുടുങ്ങിപ്പോയവരെ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ഘട്ടത്തിൽ നമ്മുടെ രാജ്യം അത് ചെയ്തിരുന്നു. അപ്പോൾ ആവർത്തിച്ച് പറയാനുള്ളത്, ചാർട്ടേഡ് വിമാനങ്ങളിലും വന്ദേ ഭാരത് വിമാനങ്ങളിലും വരുന്നവർക്ക് പരിശോധന വേണം എന്ന് തന്നെയാണ്. ഇതാണ് സംസ്ഥാനത്തിൻ്റെ കൃത്യമായ നിലപാട്. ഖത്തറിലെ അംബാസഡർ നമ്മുടെ നിർദ്ദേശത്തോട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ വാചകമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഖത്തറിൽ പുറത്തിറങ്ങുന്ന എല്ലാവർക്കും എഹ്തരാസ് എന്ന മൊബൈൽ ആപ്പ് നിർബന്ധമാണ്. അതിൽ ഗ്രീൻ സ്റ്റാറ്റസ് ഉള്ള ആളുകൾ കോവിഡ് നെഗറ്റീവായിരിക്കും. ഈ ഗ്രീൻ സ്റ്റാറ്റസ് ഉള്ളവർക്ക് മാത്രമേ എയർപോർട്ടുകൾ ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിൽ പ്രവേശനമുള്ളൂ. നിലവിൽ അവിടെ നടപ്പാക്കുന്ന രീതിയാണിത്. അല്ലാത്തവർ പുറത്തിറങ്ങിയാൽ കടുത്ത ശിക്ഷയാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖത്തറിൽ നിന്നും വരുന്നവർക്ക് ഈ നിബന്ധന തന്നെ മതിയാകും. വേറെ പരിശോധനയുടെ ആവശ്യമില്ല എന്നാണ് കാണുന്നത്. UAE എയർപോർട്ടുകളിൽ റാപ്പിഡ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അത് ഫലപ്രദമാണ്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിലും വിമാന കമ്പനികൾ ഇത് ബന്ധപ്പെട്ട വിമാന കമ്പനികൾ അതത് രാജ്യത്തെ ഹെൽത്ത് അതോറിറ്റിയുമായി ചേർന്ന് ടെസ്റ്റ് ചെയ്യാൻ സൗകര്യമുണ്ടാക്കണം. അങ്ങനെ വന്നാൽ ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. സ്പൈസ് ജെറ്റിനാകാമെങ്കിൽ മറ്റുള്ളവർക്ക് പറ്റില്ലേ? അപ്പോൾ പ്രവാസികളെ ബുദ്ധിമുട്ടിക്കുന്നത് മറ്റു പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള സൗകര്യമില്ലാത്തതാണ്. ആ സൗകര്യം ഒരുക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഇടപെടണം. ഇതാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നിലവിലെ സ്ഥിതിയിൽ വിദേശത്തു നിന്നും ഇവിടെ വരുന്നവരിൽ 1.5% ആളുകൾ
കോവിഡ് പോസിറ്റീവായി കാണപ്പെടുന്നുണ്ട്. യാത്രക്കാരുടെ എണ്ണം സ്വാഭാവികമായും വലിയ തോതിൽ വർദ്ധിക്കും. 2 ലക്ഷത്തിലധികമായി വർദ്ധിക്കാനിടയുണ്ട്. അങ്ങനെ എണ്ണം വർദ്ധിക്കുമ്പോൾ കോവിഡ് പോസിറ്റീവായവരുടെ എണ്ണവും സ്വാഭാവികമായി വർദ്ധിക്കും. ആ സാധ്യത ഒഴിവാക്കാനാവില്ല. ഇപ്പോൾ ഉദ്ദേശം 2% ആളുകൾ കോവിഡ് പോസിറ്റീവ് ആയാൽ അതിൻ്റെ ഭാഗമായി തന്നെ വിദേശത്തു നിന്ന് വരുന്നവരിൽ 4000-ഓളം ആളുകൾ കോവിഡ് പോസിറ്റീവ് ആകും. ഇവരിൽ നിന്ന് സമ്പർക്കം മൂലം കൂടുതൽ ആളുകളിലേക്ക് രോഗം വ്യാപിക്കുകയും ചെയ്യും. അത് കൂടുതൽ വ്യാപനത്തിലേക്ക് കടന്നാൽ സമൂഹ വ്യാപനമെന്ന വിപത്തും സംഭവിച്ചേക്കാം. നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ എത്തിച്ചേർന്നവരുടെയും വിമാനങ്ങളുടെയും കൂടി ചില വിവരങ്ങൾ നാം മനസ്സിലാക്കുന്നത് നല്ലതാണ്. വന്ദേ ഭാരത് മിഷൻ അനുസരിച്ച് 179 വിമാനങ്ങളാണ് വന്നത്. 124 സ്വകാര്യ ചാർട്ടേഡ് വിമാനങ്ങൾ വന്നിട്ടുണ്ട്. ആകെ 303. ജൂൺ 24 വരെ 149 ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. വന്ദേ ഭാരത് മിഷൻ്റെ ഭാഗമായി 171 ഫ്ലൈറ്റുകൾ വരാനുണ്ട്. സ്പൈസ് ജെറ്റിൻ്റെ 100. ഇതായാൽ 420 ഫ്ലൈറ്റുകൾ മൊത്തം വരാനുണ്ട്. ഇന്നലെ വരെ 1366 പോസിറ്റീവ് കേസുകളാണ് നമുക്കുള്ളത്. ഇതിൽ 1246 എണ്ണം, അതായത് 1366-ൽ 1246 വിദേശത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവർക്കുള്ളതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുടെ എണ്ണം 533. വിദേശത്ത് നിന്ന് വന്നവരുടെ എണ്ണം 713. അപ്പോൾ വിദേശത്തു നിന്നും വന്ന പോസിറ്റീവായവരുടെ എണ്ണം കണക്കാക്കിയാൽ, ശതമാന കണക്കിൽ പറഞ്ഞാൽ, മൊത്തം കേസുകളുടെ 52.19% വിദേശത്തു നിന്നുള്ള സഹോദരി സഹോദരന്മാരെ ആകെ നാം സ്വാഗതം ചെയ്യുക തന്നെയാണ്. എന്നാൽ അതോടൊപ്പം രോഗവ്യാപനം അവരിലും മറ്റുള്ളവരിലും തടയേണ്ടത് ആവശ്യമാണ്. അതിനുള്ള നിയന്ത്രണങ്ങളാണ് സർക്കാർ നടത്തുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ സാമ്പത്തിക പ്രയാസം നേരിടുന്ന ധാരാളം പ്രവാസികളുണ്ടാവും. അവർക്ക് സൗജന്യമായി ടെസ്റ്റ് നടത്തുന്നതിനുള്ള സൗകര്യം കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുകയാണ് വേണ്ടത്. യാത്ര ആരംഭിക്കുന്ന വിമാനത്താവളങ്ങളിൽ കോവിഡ് പരിശോധനയ്ക്ക് പ്രത്യേക സൗകര്യമുണ്ടാക്കണം.
കോവിഡ് ബാധിച്ചവരെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല എന്ന് സംസ്ഥാനം ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല. പരിശോധന നടത്തണമെന്നാണ് നാം പറയുന്നത്. അതിനെ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല. ഇത് പ്രവാസികൾക്കെതിരാണ് എന്ന ഒരു ദുരുപദിഷ്ടമായ പ്രചരണം നടക്കുന്നുണ്ട്. ദൗർഭാഗ്യവശാൽ ആ പ്രചാരകരുടെ കൂട്ടത്തിൽ ഒരു കേന്ദ്ര സഹമന്ത്രി കൂടി ഭാഗഭാക്കാവുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇതേ കേന്ദ്ര സഹമന്ത്രി മാർച്ച് 11 പറഞ്ഞ കാര്യം ഓർക്കുന്നത് നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ വാചകങ്ങളുടെ ഉദ്ധരണി: രോഗമുള്ളവരും ഇല്ലാത്തവരും ഒരേ വിമാനത്തിൽ യാത്ര ചെയ്താൽ രോഗം പകരാം. അതത് രാജ്യങ്ങളിൽ തന്നെ പരിശോധന നടത്തി രോഗമില്ലാത്തവരെ കൊണ്ടുവരികയും രോഗമുള്ളവരെ അവിടെ തന്നെ ചികിത്സിക്കുകയുമാണ് പ്രായോഗികം. ഇത് അന്നത്തെ നിലപാട്. മാർച്ച് 11 ഇപ്പോൾ അതിൽ നിന്ന് നേരെ മാറുന്നു. കേരളം അത്തരമൊരു നിലപാടെടുത്തിട്ടേ ഇല്ല. രോഗമുള്ളവരെയും നാട്ടിലേക്ക് എത്തിക്കാൻ തടസ്സമില്ല എന്ന നിലപാടാണ് കേരളം എടുത്തിട്ടുള്ളത്. പക്ഷേ രോഗമുള്ളവർ മാത്രമായിട്ട് വരണം. രോഗമുള്ളവരും ഇല്ലാത്തവരുമായാൽ രോഗമില്ലാത്തവരിലേക്ക് വ്യാപിക്കുമെന്നത് എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ രോഗമുള്ളവർ അവരുടെ ആരോഗ്യസ്ഥിതി സമ്മതിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകമായി കൊണ്ടുവരുന്ന നില സ്വീകരിച്ചാൽ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ കേരളം തയ്യാർ. ആവശ്യമായ ചികിത്സ ഇവിടെ നമുക്ക് കൊടുക്കുകയും ചെയ്യാം. രോഗമുള്ളവരാകെ അവിടെ തന്നെ കഴിയട്ടെ എന്ന നിലപാട് ഒരു ഘട്ടത്തിലും സംസ്ഥാനം പറഞ്ഞിട്ടില്ല. പരിശോധനയില്ലാതെ വരുന്നത് രോഗവ്യാപനം വർദ്ധിപ്പിക്കുമെന്ന് സംസ്ഥാനം ആശങ്കപ്പെട്ടപ്പോൾ കേന്ദ്ര സഹമന്ത്രി പ്രതികരിച്ചതെല്ലാവരും കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇദ്ദേഹത്തിനോട് ആരാണ് പറഞ്ഞത് കൊറോണയുടെ ടെസ്റ്റ് ഇല്ലാതെയാണ് കൊണ്ടുവരുന്നത് എന്ന്? ഞങ്ങൾ അവിടെ നിന്നുള്ള ടെസ്റ്റ് നടത്തിയതിന് ശേഷമാണ് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. എല്ലാ ആളുകളെയും അവർ വിമാനത്തിൽ കയറുന്നതിന് മുൻപ് ടെസ്റ്റിന് വിധേയമാക്കും. വിധേയരാക്കിയതിന് ശേഷം മാത്രമേ അവരെ കയറ്റൂ. ഇത് പറഞ്ഞയാൾ തന്നെയാണ് ഇന്ന് കേരളം ടെസ്റ്റിന് വേണ്ടി പറയുന്നത് മഹാപാതകമെന്ന് പറഞ്ഞു നടക്കുന്നത്. മെയ് 5 ശേഷം, മെയ് 5 ഇത് പറയുന്നത്. മെയ് 5 ഇങ്ങനെ പറഞ്ഞതിന് ശേഷം എന്ത് അത്ഭുതമാണ് സംഭവിച്ചിട്ടുള്ളത് ഇങ്ങനെ നിലപാട് മാറ്റാൻ? അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതാണ്. ഒരു കാര്യം ഏതായാലും വ്യക്തമാണ്. കോവിഡ് ബാധിച്ചവർ മറ്റുള്ളവരോടൊപ്പം വിമാനത്തിൽ യാത്ര ചെയ്യുന്നത്
എന്തായാലും ഒഴിവാക്കണം. രോഗം പടരുന്നത് തടയാൻ ഈ നിയന്ത്രണം അനിവാര്യമാണ്. രോഗബാധയുള്ളവരെ അവർക്ക് യാത്ര ചെയ്യാൻ ആരോഗ്യമുണ്ടെങ്കിൽ പ്രത്യേക വിമാനത്തിൽ കൊണ്ടുവരുന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കേണ്ടതാണ്. അങ്ങനെ എത്തുന്നവർക്ക് ഇവിടെ ചികിത്സ നൽകുകയും ചെയ്യും. വന്ദേ ഭാരത് മിഷൻ്റെ ഭാഗമായുള്ള ഫ്ലൈറ്റുകളിൽ ഇന്ത്യൻ എംബസി വഴിയാണ് യാത്രക്കാരെ തിരഞ്ഞെടുക്കുന്നത്. അർഹരായവർക്ക് മുൻഗണന കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ എംബസികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ അഭ്യർത്ഥന പല വട്ടം നടത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ലിസ്റ്റ് അവരുടെ മുൻഗണന സൂചിപ്പിച്ചുകൊണ്ട് എംബസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. യാത്രക്കാരുടെ ലിസ്റ്റിന് അവസാന രൂപമായാൽ വിമാനം പുറപ്പെടുന്നതിന് 3 ദിവസത്തെ ഇടവേളയെങ്കിലും ഉണ്ടാവും. ആ തരത്തിൽ 3 ദിവസത്തെ ഇടവേള ഉണ്ടാവണം. 10 മണിക്കൂറിലേറെ യാത്ര വേണ്ടി വരുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർ പലപ്പോഴും ഡൽഹിയിലോ മുംബൈയിലോ ബാംഗ്ലൂരിലോ ഇറങ്ങേണ്ടി വരുന്നുണ്ട്. ഇത്തരം ഫ്ലൈറ്റുകളിൽ കേരളത്തിലേക്കുള്ള യാത്രക്കാർ ധാരാളമാണ്. ഇത് കണക്കിലെടുത്ത് ഈ ഫ്ലൈറ്റുകൾ കേരളത്തിലെ ഏതെങ്കിലും വിമാനത്താവളങ്ങളിലേക്ക് നീട്ടാൻ എയർലൈൻ കമ്പനികൾക്ക് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശം നൽകണം. ഇതിൻ്റെ തന്നെ മറ്റൊരു ഭാഗം, വിദേശത്തുനിന്ന് പുറപ്പെട്ട് ഡൽഹിയിലോ മുംബൈയിലോ ബാംഗ്ലൂരിലോ ഇറങ്ങേണ്ടി വരുന്ന യാത്രക്കാർ അവിടെ തന്നെ ക്വാറൻറ്റൈൻ ചെയ്യപ്പെടുകയാണ്. അവരവിടെ ക്വാറൻറ്റൈൻ കഴിഞ്ഞ് കേരളത്തിലെത്തിയാൽ വീണ്ടും ഇവിടെ ക്വാറൻറ്റൈനിൽ പോകണം. ഇത്തരം ആളുകളുടെ ക്വാറൻറ്റൈൻ കാര്യത്തിൽ പ്രത്യേക മാനദണ്ഡം രൂപീകരിക്കേണ്ടതാണ്. ഫ്ലൈറ്റുകൾ കേരളത്തിലേക്ക് കൂടി നീട്ടുന്നതാണ് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള കാര്യം. അതല്ലാതെ വരുന്നുണ്ടെങ്കിൽ ആദ്യം എത്തിച്ചേരുന്ന സ്ഥലത്ത് നിന്ന് 5 ദിവസത്തിനകം കേരളത്തിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് വരാനും ഇവിടെ ക്വാറൻറ്റൈനിൽ പോകാനും അനുമതി നൽകണം. ഇതും സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചിരിക്കുകയാണ്. 10 മണിക്കൂറിലധികം പറക്കേണ്ടി വരുന്ന ദൂരത്ത് നിന്നാണെങ്കിൽ വലിയ വിമാനങ്ങൾ യാത്രക്ക് ഉപയോഗിക്കണം. എയർ ഇന്ത്യക്ക് വേണ്ടത്ര വിമാനങ്ങൾ ഒരുക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റ് കമ്പനികളിൽ നിന്ന് വിമാനം വാടകയ്ക്കെടുക്കുന്ന കാര്യം പരിഗണിക്കണം. നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരിൽ ചെറിയ ശതമാനത്തിന് മാത്രമേ വന്ദേ ഭാരത് മിഷൻ്റെ ഭാഗമായുള്ള ഫ്ലൈറ്റിൽ വരാൻ കഴിയുന്നുള്ളൂ എന്നത് വസ്തുതയാണ്. ഈ സാഹചര്യത്തിലാണ് ചാർട്ടേഡ് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പല സ്വകാര്യ വിമാന കമ്പനികളും മുന്നോട്ട് വരുന്നത്. ചാർട്ടേഡ് ഫ്ലൈറ്റിൻ്റെ ചാർജ് വന്ദേ ഭാരത് മിഷൻ ഫ്ലൈറ്റിൻ്റേതിന് സമാനമായി നിശ്ചയിക്കുന്നതിനാവശ്യമായ നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകണം. ഇതും സംസ്ഥാനം തുടക്കം മുതൽ ആവശ്യപ്പെടുന്നുണ്ട്. കോവിഡ്-19
സൃഷ്ടിച്ച പ്രതിസന്ധിയെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട പ്രവാസികൾക്ക് കേന്ദ്ര സർക്കാർ അടിയന്തര സഹായം നൽകേണ്ടത് ആവശ്യമാണ്. ജോലി നഷ്ടപ്പെട്ടതോടെ ഇവർക്ക് ആ രാജ്യങ്ങളിൽ സാമൂഹ്യ സുരക്ഷയും നഷ്ടമായ സാഹചര്യമാണുള്ളത്. പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരാൻ ഏർപ്പെടുത്തിയ സ്പെഷ്യൽ ഫ്ലൈറ്റുകൾ തിരിച്ച് വിദേശത്തേക്ക് പോകുമ്പോൾ ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് യാത്രക്കാരെ എടുക്കാനാകും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിലവിലുള്ള യാത്രാ നിരക്ക് കുറക്കാനും സാധിക്കും. തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് ഇതും വലിയൊരു ആശ്വാസമായി തീരും. പ്രവാസികൾ വരുമ്പോൾ രോഗബാധ ഉള്ളവരും ഇല്ലാത്തവരും വെവ്വേറെ വരണം. ഈ നിലപാട് വലിയ തോതിൽ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. എംബസികൾ ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞാൽ ടെസ്റ്റിനായി എല്ലാവരും എംബസികളിൽ ചെല്ലണമെന്നല്ല അർത്ഥം. ടെസ്റ്റ് നടത്താൻ എംബസിയിലെത്താൻ പ്രയാസമുള്ളവർക്ക് ടെസ്റ്റ് നടത്തുന്നതിനാവശ്യമായ സൗകര്യം എംബസി ഒരുക്കണം. എംബസിയിൽ നിന്ന് 500-600 കിലോമീറ്റർ ദൂരെയാണ് ഞങ്ങൾ, ടെസ്റ്റിന് സാഹചര്യമില്ല. ഇത്തരം പ്രചരണങ്ങൾ യഥാർത്ഥത്തിൽ കഴമ്പില്ലാത്തതാണ്. അവർ വിമാനത്താവളത്തിലെത്തണം വിമാനത്തിൽ കയറാൻ. അപ്പോൾ ആവശ്യമായ ടെസ്റ്റിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുന്നതേയുള്ളൂ. ടെസ്റ്റ് നടത്തണമെന്നത് എയർലൈൻ കമ്പനികളും അംഗീകരിച്ചതാണല്ലോ സ്പൈസ് ജെറ്റിൻ്റെ ഉദാഹരണം വ്യക്തമാക്കുന്നത്. കേരളത്തെ ഏറ്റവും സുരക്ഷിത സ്ഥലമായാണ് ആളുകൾ വിലയിരുത്തുന്നത്. അത് തുടർന്ന് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള മലയാളികളുടെയും സുരക്ഷയും നമ്മുടെ ഉത്തരവാദിത്വമാണ്. കോവിഡ് ബാധിച്ചു എന്ന കാരണത്താൽ ആരെയും മാറ്റി നിർത്തുന്നില്ല, എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇതൊരു മഹാദുരന്തത്തിൻ്റെ ഘട്ടമാണ്. അതിനിടയിൽ ജനങ്ങളുടെ ആരോഗ്യം വെച്ച് രാഷ്ട്രീയം കളിക്കാൻ മുതിരരുത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുന്ന സമയത്ത് നമ്മുടെ സുരക്ഷയെ തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് നടന്ന ചില ശ്രമങ്ങൾ ഈ ഘട്ടത്തിൽ ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ. പ്രവാസികളെ സംസ്ഥാനം പരിഗണിക്കുന്നില്ലെന്നായിരുന്നു ഒരാരോപണം. പ്രവാസികൾക്കായി ഒരുക്കിയത് മികച്ച സൗകര്യങ്ങളല്ല എന്നായിരുന്നു മറ്റൊരു പ്രചരണം. കേവലം തെറ്റിദ്ധാരണ പരത്തൽ മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥയും ഭയവും സൃഷ്ടിക്കാനുള്ള നീക്കങ്ങളാണുണ്ടായത്. വിദേശത്ത് നിന്ന് കോവിഡ് ബാധിതരായി വരുന്നവരെ കണ്ടെത്തുകയും കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശം കണ്ടെയ്ൻമെൻറ്റ് സോണായി പരിഗണിച്ച് പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഘട്ടം ഘട്ടമായി സാധാരണ നിലയിലേക്ക് എത്തുന്ന പ്രവർത്തനങ്ങളാണ്
സ്വീകരിക്കുന്നത്. പുറത്തുനിന്ന് വരുന്നവരടക്കം ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും സുരക്ഷിതമായൊരിടം എന്നതാണ് സർക്കാരിൻ്റെ ആഗ്രഹം. നമ്മുടെ നാട് അതാണ്. എല്ലാവരും കഴിയുന്നതും വേഗത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. ഇന്ന് ഏറെ സന്തോഷകരമായ ഒരു അനുഭവമുണ്ടായി. കാട്ടാക്കട പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ പന്നിയോട് ആയുർവേദത്തിൽ പരമ്പരാഗത ചികിത്സ നടത്തുന്ന ശ്രീ ലക്ഷ്മിയിൽ സുകുമാരൻ വൈദ്യൻ ലൈഫ് മിഷന് 2.75 ഏക്കർ ഭൂമി സൗജന്യമായി നൽകിയതാണത്. പന്നിയോട് വാർഡിലെ കുളവുപാറയിൽ തൻ്റെ അമ്മയുടെ ഓർമ്മക്കായി സ്ഥാപിച്ച ജാനകി മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ പേരിൽ അദ്ദേഹം വാങ്ങിയ ഭൂമിയാണ് പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ഇഷ്ടദാനമായി കൈമാറിയത്. ഏതാണ്ട് 3 കോടിയോളം രൂപ ഈ ഭൂമിക്ക് വില വരും. പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ 113 കുടുംബങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് ഭൂരഹിത ഭവൻ രഹിതരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് വീട് വെക്കുന്നതിന് പഞ്ചായത്ത് വക 70 സെൻറ്റ് ഭൂമി നേരത്തെ തന്നെ ലൈഫ് മിഷന് കൈമാറിയിരുന്നു. ഈ ഭൂമിയിൽ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ഭൂരഹിത ഭവൻ രഹിതർക്കുമുള്ള ഭവന സമുച്ചയ നിർമ്മാണം സാധ്യമല്ലാതെ വന്നതിനാലാണ് ഗ്രാമപഞ്ചായത്ത് ഇദ്ദേഹത്തെ സമീപിച്ചത്. തുടർന്നാണ് അദ്ദേഹം സ്വന്തം അധ്വാനത്തിലൂടെ വിലക്ക് വാങ്ങിയ 2.75 ഏക്കർ ഭൂമി സൗജന്യമായി കൈമാറിയത്. കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈൻ പഠന സഹായം നൽകുന്നതിന് ടിവിയോ സ്മാർട്ട് ഫോണോ ഇല്ലാത്ത കുട്ടികൾക്ക് അയൽപക്ക പഠന കേന്ദ്രങ്ങളിൽ ടി വി സൗകര്യം ഒരുക്കുന്നതിന് വിദ്യാസഹായി പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കുമെന്നാണ് കണ്ടിട്ടുള്ളത്. കൈറ്റ്സ് വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഓൺലൈൻ ക്ലാസുകൾ തത്സമയം മൊബൈൽ ഫോണിലും DTHലും ലഭ്യമാക്കുന്നതായി ടെലികോം കമ്പനിയായ എയർടെൽ അറിയിച്ചിട്ടുണ്ട്. സി എൻ്റർടൈൻമെൻറ്റ് എൻ്റർപ്രൈസസ് ലിമിറ്റഡ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി 10 ആംബുലൻസ്, 10 പോർട്ടബിൾ ICU, 4000 PPE കിറ്റുകൾ എന്നിവ കൈമാറാനുള്ള സന്നദ്ധത അറിയിച്ചു. MP വീരേന്ദ്രകുമാറിൻ്റെ സ്മരണാർത്ഥം മാതൃഭൂമി വയനാട് ജില്ലയിൽ 84 TV വിതരണം ചെയ്യുന്നതായി അറിയിച്ചു. ഓൾ കേരള ക്രഷർ കോറി സംയുക്ത സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റി ദുരിതാശ്വാസ നിധിയിലേക്ക് 1,01,38,001 രൂപ നൽകിയിട്ടുണ്ട്.
ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ മറ്റുള്ളവർ കാളീശ്വരി റിഫൈനറി പ്രൈവറ്റ് ലിമിറ്റഡ് ചെന്നൈ 25 ലക്ഷം, ചിന്മയ സേവാ ട്രസ്റ്റ് കേരള ജീവനക്കാരുടെ വീതമടക്കം 20 ലക്ഷം, കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ 15 ലക്ഷം, പോപ്സ് ഗ്രാനൈറ്റ് രണ്ടാം ഗഡു 10 ലക്ഷം, ആദ്യ ഗഡുവായി 15 ലക്ഷം കൈമാറിയിരുന്നു. പട്ടികജാതി ക്ഷേമസമിതി സംസ്ഥാന കമ്മിറ്റി 10,11,962 രൂപ, ആറന്മുള ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ, കേരള കരകൗശല വികസന കോർപ്പറേഷൻ 5 ലക്ഷം, ധനകാര്യ വകുപ്പിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ സംഘടന സായാഹ്ന 4,10,000, AIYF കോട്ടയം ജില്ലാ കമ്മിറ്റി 3,85,147 രൂപ, റാന്നിയിലെ കുരുടാമണ്ണിൽ കുടുംബയോഗത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ യുവജനങ്ങൾ സമാഹരിച്ച 3,60,000 രൂപ, കേരളത്തിലെ ഓഫ് റോഡ് ക്ലബ്ബുകൾ കൂട്ടായ്മയായ യുണൈറ്റഡ് കേരള ഓഫ് റോഡേഴ്സ് 3,47,000 രൂപ, കേരള സ്മോൾ സ്കെയിൽ റൈസ് ആൻഡ് ഫ്ലവർ ഓയിൽ മിൽസ് അസോസിയേഷൻ മലപ്പുറം 2 ലക്ഷം രൂപ, AIYF അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റി 1,02,799 രൂപ, കണ്ണൂർ മെഡിക്കൽ കോളേജിലെ 2015 MBBS ബാച്ച് 1,05,590 രൂപ, മലബാർ ഹോട്ടൽ എംപ്ലോയീസ് വെൽഫെയർ യൂണിയൻ CITU 1 ലക്ഷം രൂപ, മിത്രനികേതൻ തിരുവനന്തപുരം 1 ലക്ഷം, AIYF ചാത്തന്നൂർ മണ്ഡലം കമ്മിറ്റി 1 ലക്ഷം, വരിക്കോലി സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളി 1 ലക്ഷം, ബ്രഹ്മോസ് എംപ്ലോയീസ് യൂണിയൻ AITUC 75,000 രൂപ. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. CM ഈ വിദേശങ്ങളിൽ നിന്നുള്ള മലയാളികളുടെ ഇങ്ങോട്ട് വരുന്ന മലയാളികളുടെ പരിശോധനയുടെ കാര്യത്തിൽ ഇപ്പോൾ CM ഖത്തറിൽ നിന്നുള്ള പരിശോധന അവിടുത്തെ ആപ്പ് വഴി ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ മലയാളി സംഘടനകളും പല മലയാളികളും ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി, പലർക്കും ഈ ലോക്ക്ഡൗൺ ആയിട്ട് പല രാജ്യങ്ങളിലും തൊഴിൽ നഷ്ടപ്പെട്ടവരും അതുപോലെ തന്നെ പാവപ്പെട്ട ഒട്ടേറെ ആൾക്കാരുണ്ട്. അവർക്ക് എങ്ങനെയെങ്കിലും ഈ കേരളത്തിലെത്തണം. അപ്പോൾ ചില സംഘടനകൾ ഇവർക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ സന്നദ്ധമായിട്ടുണ്ട്. പക്ഷേ ഇത് CM ഇങ്ങനെ പറഞ്ഞെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ഇതുവരെ ഒരു പ്രതികരണം വന്നിട്ടില്ല. ഈ എംബസി സഹായിക്കണമെന്നും ഈ പരിശോധനയുടെ കാര്യത്തിലൊക്കെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടും അപ്പൊ ഇവരുടെ കാര്യത്തിൽ ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. അതുപോലെ തന്നെ ഈ രാജ്യത്തിനകത്തുള്ള ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് വിമാനങ്ങളിൽ വരുന്ന ആളുകളുടെ കാര്യത്തിൽ ഇത്തരം ഒരു നിർബന്ധവുമില്ല. അതാണ് ഈ വിദേശത്തുള്ള മലയാളികൾ പറയുന്നത്. ഇതിൽ നമ്മുടെ അനുഭവത്തിൽ ഈ രോഗമുള്ളവരും രോഗമില്ലാത്തവരും ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് രോഗവ്യാപനം വലിയ തോതിൽ വർദ്ധിപ്പിക്കും. ആ വിമാനത്തിൽ വരുന്ന രോഗമില്ലാത്തവരുടെ ആരോഗ്യവും പ്രധാനം തന്നെയാണ്. അവരെയും കൂടി സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വിമാനത്തിൽ വരുന്ന മുഴുവൻ ആളുകളും രോഗികളല്ല. ചിലപ്പോൾ 1-2 ആളുകൾ ഇതിനകത്ത് രോഗികളായിട്ട് വന്നേക്കാം. അങ്ങനെ വന്നാൽ അതിൻ്റെ ഭാഗമായി ഒരു 30-60 പേർക്ക് അവരുടെ വക തന്നെ ഈ വിമാനത്തിൽ നിന്ന് രോഗവ്യാപന സാധ്യത വരും. ഇതൊഴിവാക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. അതിനിതല്ലാതെ വേറെ വഴിയില്ല. അവരെ പരിശോധിക്കുക, ആ പരിശോധനയിലൂടെ കണ്ടെത്തുക. സ്പൈസ് ജെറ്റ് ഈ പരിശോധന നടത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ പറയുന്ന പ്രയാസങ്ങളൊന്നുമില്ല, പരിശോധിക്കാൻ പറ്റും. കേന്ദ്ര ഗവൺമെൻറ് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പരിശോധനയ്ക്ക് വേണ്ടി വരുന്ന സൗകര്യങ്ങൾ ഒരുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമാകണം. ചില രാജ്യങ്ങളിൽ അതിന് പറ്റുന്നില്ലെങ്കിൽ അതിന് എംബസി മുഖേന നടപടികൾ സ്വീകരിക്കണം. അതാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. വന്ദേ ഭാരത് മിഷനിൽ കൂടി ഈ പരിശോധന വേണമെന്നുള്ള നിലപാട് കേന്ദ്രത്തെ അറിയിച്ച അത് പുറത്തു വന്ന സാഹചര്യത്തിൽ ഇന്ന് കേന്ദ്രമന്ത്രി മുരളീധരൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിലേക്ക് വിമാനം അയക്കാൻ കഴിയില്ല, അത്തരത്തിലൊരു തീരുമാനം എടുക്കേണ്ടി വരും എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാത്ത സ്ഥിതി വീണ്ടും കൂടുതലാവുകയല്ലേ ചെയ്യുക? അങ്ങനെ അതിനോട് എന്താണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം? എന്താണ്? അല്ല, ഇത് നേരത്തെ ആവശ്യപ്പെട്ട കാര്യമാണല്ലോ. നേരത്തെ ആവശ്യപ്പെട്ടു. വന്ദേ ഭാരത് മിഷൻ്റെ ഘട്ടത്തിലും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. ആ ആവശ്യം കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചില്ല എന്നത് ദൗർഭാഗ്യകരമായൊരു കാര്യമാണ്. ഞങ്ങൾ ആ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ആ ആവശ്യം അംഗീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഈ പറയുന്ന പ്രത്യേക വിമാനങ്ങൾക്ക് കേരളത്തിൻ്റെ NOC ആവശ്യമുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യവസ്ഥ അംഗീകരിച്ച് നടപ്പാക്കണം.
ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഈ വിമാനം അയക്കില്ല എന്നൊരു നിലപാട് ശരിയാണോ? അങ്ങനെയാണ് ആ കേന്ദ്രം എടുക്കുന്ന ഈ സമീപനം. അതായത് നമ്മൾ ടെസ്റ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നു, അത് സമ്പർക്കം ഉണ്ടാകാതിരിക്കാനാണ്. എന്നാൽ വിമാനം ഇങ്ങോട്ട് വിടണമെങ്കിൽ ഈ നിബന്ധന ഉണ്ടെങ്കിൽ വിമാനം വിടില്ല എന്ന് പറയുന്ന നിലപാടിനോട് യോജിക്കുന്നു. അല്ല, നേരത്തെ ഞങ്ങൾ ഈ നിബന്ധന പറഞ്ഞില്ലല്ലോ. എന്നിട്ട് വിമാനം വന്നുകൊണ്ടിരിക്കുകയല്ലേ. അദ്ദേഹത്തിന് കാര്യങ്ങൾ ശരിക്കും പിടികിട്ടുന്നില്ല എന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഭാഗമാണ്. മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഈ നിലപാട് പറഞ്ഞിട്ടില്ലെന്നാണ് കേന്ദ്രം പറയുന്നത്. ആ ഒരു ഘട്ടത്തിൽ കേന്ദ്രം ഇക്കാര്യത്തിൽ നമ്മുടെ ആവശ്യം, അന്ന് പ്രധാനമന്ത്രി കത്തയച്ചിട്ടും അനുകൂല നിലപാട് ഇല്ലാത്ത ദിവസങ്ങളായി. അപ്പൊ ആ ഒരു ഘട്ടം വരുമ്പോൾ 20-ന് ശേഷം പ്രവാസികൾക്ക് വരാൻ പറ്റാത്തൊരു ദയനീയമായ സ്ഥിതിയിലേക്കല്ലേ പോകുന്നത്? എങ്ങനെ പറ്റും? 300 വിമാനം സ്പൈസ് ജെറ്റ് ഈ കണ്ടീഷൻ വെച്ചല്ലേ അംഗീകരിച്ചത്. ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞ കണ്ടീഷനല്ലല്ലോ, അവർ ഇങ്ങോട്ട് പറഞ്ഞതല്ലേ. അവർ ഞങ്ങളുടെ മുന്നിൽ തന്നെ പറയുകയാണ് ഞങ്ങൾ ഈ ടെസ്റ്റ് നടത്തിക്കൊണ്ട് കൊണ്ടുവരാമെന്ന്. ഇപ്പോൾ ചോദിക്കുമ്പോൾ അവരതേ നിലക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് ഇനിയും കൊണ്ടുവരുന്നതെന്ന് പറയുന്നു. എന്താണ് അതിൽ പ്രശ്നം? ഇത് വെറുതെ ഉണ്ടാക്കുന്നൊരു പ്രചരണമല്ലേ. നമ്മുടെ കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ വാഴക്കൊല എടുത്തു പോയ ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? അതിൻ്റെ ഒരു ഭാഗമല്ലേ ഇത്? അത്തരത്തിലുള്ളൊരു പ്രചരണത്തിൻ്റെ ഭാഗമല്ലേ, മറ്റെന്താണ്? സ്പൈസിനെ പോലെ എല്ലാവരും ആ രീതിയിലേക്ക് വരണം. ചിലപ്പോൾ ചില സംഘടനകളൊക്കെ പിരിവെടുത്തും മറ്റുമൊക്കെ ആയിരിക്കും പെട്ടെന്ന് ഒരു ചാർട്ടർ വിമാനം ഏർപ്പാടാക്കുക. അവിടെ നിന്ന് പെട്ടെന്ന് ചില രാജ്യങ്ങളിൽ സൗകര്യം ഇല്ലാതിരിക്കുകയും നമ്മൾ ഈ പറയുന്ന പോലെ ട്രൂനാറ്റ് ഒക്കെ ചില രാജ്യങ്ങളിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അവർക്ക് വരാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വരില്ലേ? ട്രൂനാറ്റ് കേന്ദ്ര ഗവൺമെൻറ് നൽകണം. കേന്ദ്ര ഗവൺമെൻറ് മുഖേന നൽകാൻ കഴിയും, അത് നൽകണം. ഇപ്പോൾ സംസ്ഥാനത്തിന് ആവശ്യമായത് കേന്ദ്രമല്ലേ നൽകുന്നത്, അതുപോലെ അത് നൽകാൻ തയ്യാറാവണം. ഇവിടെ പ്രശ്നം എന്താ? നിങ്ങൾ രോഗിയെയും രോഗമില്ലാത്തവരെയും ഒന്നിച്ചു കൊണ്ടുവന്ന് രോഗവ്യാപന സാധ്യത ഉണ്ടാക്കണമെന്നുള്ളതാണ്. ആ രോഗവ്യാപന സാധ്യത ഉണ്ടാക്കരുത്, ഇതാണ് സംസ്ഥാനം പറയുന്നത്. അതിൽ സംസ്ഥാനം ഉറച്ചു നിൽക്കുക തന്നെയാണ്. ഇന്ന് ഈ പ്രധാനമന്ത്രിയുമായിട്ട് ഇന്നുമായിട്ട് നടത്തിയ ചർച്ചയിൽ ഈ വിഷയം ഉയർന്നു വന്നിട്ടുണ്ടോ? മറ്റേതെങ്കിലും സംസ്ഥാനം ഈ ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുക മറ്റോ ചെയ്തിട്ടുണ്ടോ? പ്രധാനമന്ത്രിയുമായിട്ടുള്ള ചർച്ച എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ മറ്റു കുറേ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരം ചില പ്രശ്നങ്ങളും സ്വാഭാവികമായിട്ടും അതിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര വ്യക്തമായി കാര്യങ്ങൾ വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. കൂടുതൽ മലയാളികളുള്ള സൗദി അറേബ്യയിൽ ട്രൂനാറ്റുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം മിക്ക ആശുപത്രികളിലും ട്രൂനാറ്റ് ഇല്ല. ഇനി ട്രൂനാറ്റിന്റെ മെഷീൻ കൊണ്ടുവന്നാൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരാഴ്ചയോളം എടുക്കുമെന്ന് ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. ഈ 20-ാം തീയതിക്ക് ശേഷം വരേണ്ട കുറേ വിമാനങ്ങളുണ്ട്. ഇനിയിപ്പോൾ നമ്മളങ്ങനെ തീരുമാനമെടുത്താൽ ആ വിമാനങ്ങൾ വരുന്നത് അനിശ്ചിതത്വത്തിലാകില്ലേ? ഇതിന് ആശുപത്രികളിലൊന്നും പോകേണ്ട കാര്യമില്ല എന്ന്. ആശുപത്രികളല്ലാതെ തന്നെ ഈ പറയുന്ന ടെസ്റ്റ് നടത്താൻ പറ്റും. അതിനുള്ള സൗകര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കണമെന്ന് മാത്രമല്ല, ആ രാജ്യം ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യണം. നമ്മൾ അതിനുള്ള നടപടികൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ വിമാന കമ്പനികൾ ചെയ്യണം. നേരത്തെ ചോദിച്ചത് ഈ ട്രെയിനുകളിൽ ബോംബെയിൽ നിന്ന് വരുന്ന ലോകമാന്യ തിലകിലൊന്നും ഈ ഒരു പ്രശ്നമില്ല. ഫ്ലൈറ്റിനേക്കാൾ കൂടുതൽ ആളുകൾ വരുമ്പോൾ അവർക്ക് കോവിഡ് സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുള്ള ഒരു പ്രശ്നം വരുമ്പോൾ വിമാനത്തിൽ മാത്രം നിർബന്ധം, ആ ഒരു വാദം കൂടി ചിലർ ഉന്നയിക്കുന്നത്. അതെ, ഈ വിമാനം ഇവിടെ വരുന്നതിന് ഈ പറയുന്ന കണ്ടീഷൻ ബാധകമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? വിമാനത്തിൽ നമ്മൾ കയറിയാൽ എല്ലാവരും ഒന്നിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ആ ആളുകൾക്ക് മുഴുവൻ ഇതൊന്നിച്ച് വരികയാണ്, ബാധിക്കുകയാണ്. സ്വാഭാവികമല്ലേ അത്? ഒരാളിൽ നിന്ന് എത്ര ആളുകൾക്ക് രോഗം പകരാനിടയുണ്ടോ അത്രയും ആളുകൾക്ക് അവിടെ വെച്ച് കൊടുക്കുമല്ലോ. ഇതല്ലേ നാം കാണേണ്ടത്. അതിനകത്ത് ഗർഭിണികളുണ്ടാവും, കുഞ്ഞുങ്ങളുണ്ടാവും, പ്രായമായവരുണ്ടാവും, ചില രോഗികളുണ്ടാവും. എന്താകും അവസ്ഥ? നമ്മളിവിടെ കണ്ടതല്ലേ ഈ രോഗവ്യാപനത്തിൻ്റെ തോത് എങ്ങനെയാണെന്നുള്ളത്. മക്കൾ പുറത്തുപോയി, അവർ തിരിച്ചു വന്നു, അവർ നല്ല ആരോഗ്യവാന്മാരായിട്ട് നിൽക്കുന്നു, ഒരു രോഗവും അവരെ ബാധിച്ചിട്ടില്ല, പ്രത്യക്ഷത്തിലൊരു ലക്ഷണവും ഇല്ല. പക്ഷേ അവർ നേരെ അമ്മയ്ക്ക് സംഭാവന ചെയ്തു. അമ്മ മരണപ്പെട്ടു. അമ്മ മരണപ്പെട്ടതിന് ശേഷമാണ് മറ്റുള്ളവർക്കെല്ലാം രോഗം ബാധിക്കുന്നത്, ആ കുടുംബത്തിൽ എല്ലാവർക്കും രോഗം ബാധിക്കുന്നത്. ഇതൊക്കെ ഈ രോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ അനുഭവമല്ലേ? ആ അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുന്നില്ലെങ്കിൽ നമ്മൾ മനുഷ്യരാണോ? ഈ നാട്ടിലുള്ള ആളുകളെ മാത്രമല്ല വരുന്ന ആളുകളെയും സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കില്ലേ? ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുമോ? അപ്പോൾ അതിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യണം. ഇതൊന്നും ഏതെങ്കിലും തരത്തിൽ തർക്കിച്ച് തീർക്കേണ്ട ഒരു കാര്യമല്ല. ഇന്നത്തെ ആവശ്യമെന്ത് എന്നറിഞ്ഞുകൊണ്ട് നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. പ്രധാനമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ മറ്റ് സംസ്ഥാനങ്ങളും കേരളത്തിന് സമാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ചു എന്ന് പറഞ്ഞല്ലോ. ഏതെല്ലാം സംസ്ഥാനങ്ങളാണ് പ്രധാനമായും ഈ ആവശ്യം ഉന്നയിച്ചത്? നമുക്ക് നാളെ എടുക്കാം മറ്റു കാര്യങ്ങൾ. ഇപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കാം.